ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെഡിക്കെയർ സബ്സിഡി $1 മില്യൺ കൂടുതൽ വരുമാനമുള്ളവരെ പുറത്താക്കണമെന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ. ഓർമ്മപ്പെടുത്തലും ബോധവൽക്കരണവുമായി മഹാവ്യാധിയുടെ ദിനം ലോക ജനത ആചരിച്ചു. അഫ്ഗാനിലെ അമേരിക്കൻ സൈനികരെ പിൻവലിക്കാൻ കാലതാമസം ഉണ്ടാകരുതെന്ന് അമേരിക്കൻ സെനറ്റ്. ബർമയുടെ പുനരുദ്ധാരണത്തിന് അമേരിക്കയുടെ സഹകരണ വാഗ്ദാനം. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. $1 മില്യൺ കൂടുതൽ വരുമാനം ഉള്ളവർക്ക് ആരോഗ്യ സുരക്ഷാ സബ്സിഡി നൽകരുതെന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ. പേറോൾ ടാക്സ് ഇളവ് നീട്ടണമെങ്കിൽ ഈ നടപടി ആവശ്യമാണെന്നും റിപ്പബ്ലിക്കൻ അംഗങ്ങൾ വാദിച്ചു. പൊതുജനാരോഗ്യ രംഗത്ത് വൻ തിരിച്ചടിയാവുന്ന തീരുമാനവുമായി റിപ്പബ്ലിക്കൻ പാർട്ടി. ആരോഗ്യരക്ഷാ രംഗത്ത് നിലനിന്ന ആനുകൂല്യങ്ങൾ തകർത്തുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് റിപ്പബ്ലിക്കൻ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരിൽ നിന്ന് $1 മില്യൺ വരുമാനമുള്ളവരെ ഒഴിവാക്കാനാണ് നിർദ്ദേശം. ഇവരിൽ നിന്ന് മെഡിക്കെയർ പ്രീമിയത്തിന്റെ മുഴുവൻ തുകയും ഈടാക്കണം. പേറോൾ ടാക്സ് നീട്ടി നൽകാനുള്ള ബദൽ നിർദ്ദേശമെന്ന നിലയിലാണ് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഇത് മുന്നോട്ട് വച്ചത്. എന്നാൽ ആരോഗ്യരക്ഷാ ആനുകൂല്യങ്ങൾ ആർക്കും നിഷേധിക്കരുതെന്ന നിലപാടിലാണ് ഡെമോക്രാറ്റുകൾ. സാധാരണക്കാർക്ക് നികുതി ഇളവുകൾ നൽകാനായി മില്യനെയർമാർക്കുമേൽ ഏർപ്പെടുത്തുന്ന സർചാർജ് എന്ന നിലപാടിൽ തന്നെയാണ് ഡെമോക്രാറ്റുകൾ ഉറച്ചു നിൽക്കുന്നത്. ആസന്നമായ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി അയക്കാവുന്നതാണ് ആരോഗ്യരക്ഷാ ആനുകൂല്യ പ്രശ്നം. റിപ്പബ്ലിക്കുകൾ ധനികരെ പ്രീണിപ്പിക്കുന്ന നിലപാടെടുക്കുന്നതെന്തെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. മനുഷ്യരാശിയെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മഹാവ്യാധിയുടെ ദിനം ബോധവത്കരണ ക്ലാസുകളും പഠന ക്ലാസുകളും കൊണ്ട് സജീവമായി. മരുന്ന് കണ്ടെത്തിയില്ലെങ്കിലും പ്രതിരോധത്തിനുള്ള തീവ്രശ്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. സമൂഹം ഭയക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് എയ്ഡ്സ്. പൂർണ്ണമായ സുഖപ്രാപ്തി ഈ രോഗത്തിൽ നിന്ന് ലഭിക്കില്ലെങ്കിലും ഇന്ന് ചികിത്സ കണ്ടെത്തിയിട്ടുള്ള രോഗമാണ് എയ്ഡ്സും. UK, യൂറോപ്പ്, US, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയിലാണ് എയ്ഡ്സ് രോഗികൾ കൂടുതലായുമുള്ളത്. ഈ രോഗത്തിന്റെ ഉത്ഭവ കേന്ദ്രത്തെപ്പറ്റിയും ഇന്നും തർക്കങ്ങൾ തുടരുകയാണ്. ആഫ്രിക്കയാണ് എയ്ഡ്സിന്റെ ഉത്ഭവ കേന്ദ്രമെന്നാണ് ഇതുവരെയുമുള്ള കണ്ടെത്തൽ. ലോകത്താകമാനം 34 മില്യൺ ജനങ്ങളാണ് എയ്ഡ്സ് മൂലം ദുരിതമനുഭവിക്കുന്നത്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ചുവന്ന റിബണുകൾ ധരിച്ചാണ് ജനങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തത്. ലോകത്താകമാനം വിവിധതരം പരിപാടികൾ എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എയ്ഡ്സ് ബാധിച്ച് മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ ഒത്തുകൂടി മരിച്ചവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥനകൾ നടന്നു. മരണമടഞ്ഞവരുടെ ഫോട്ടോകളുമായി വൻ പ്രകടനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറി. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരമാണ് എയ്ഡ്സ് ദിനാചരണം ലോകത്താകമാനം നടക്കുന്നത്. എന്നാൽ 1988 ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് ആദ്യമായി ലോക എയ്ഡ്സ് ദിനാചരണം തുടങ്ങിയത്. പ്രധാനമായും രോഗം വരാതിരിക്കാനുള്ള ബോധവൽക്കരണവും രോഗബാധിതരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തരുത് എന്ന സന്ദേശവുമാണ് ഓരോ എയ്ഡ്സ് ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു രോഗമല്ല, മറിച്ച് നമ്മുടെ അടുക്കുചിട്ടയില്ലാത്ത ജീവിതശൈലിയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും രക്തദാനത്തിലൂടെയുമാണ് പ്രധാനമായും എയ്ഡ്സ് രോഗം പടരുന്നത്. We all know that AIDS, contrary to many other diseases, has been stigmatized. People have been discriminated. People have been criminalized. And when you're with this background, people are scared. And people are not coming for testing. And for the young people, we need to start probably demonstrating that what is important is the health of the society, is the health of the family, is your health, personal health. And to do that one, we need to start probably making them more competent. AIDS competent people are generally capable to go for testing because they are not scared anymore. And they know that today they can prolong their life. They can become part of social change, which they are scared to not be. And they know also today that social movements are emerging to fight with stigma and discrimination.
And that's why, again, my call for zero discrimination is critical if we want to bring people on testing. എയ്ഡ്സിനെതിരെ അതിശക്തമായ പ്രചരണമാണ് ലോകത്താകമാനം നടക്കുന്നത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട രാജ്യങ്ങളിൽ ഇന്ന് ഇതിനെതിരെയുള്ള പ്രചരണങ്ങൾ താരതമ്യേന കുറവാണ്. ഇത് എയ്ഡ്സ് ബാധിതരുടെ എണ്ണം കൂടുന്നതിന് കാരണമാക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അമേരിക്കയിലെ എയ്ഡ്സിന്റെ തലസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കിൽ മാത്രം ഏകദേശം 1 ലക്ഷത്തിൽ പരം എയ്ഡ്സ് രോഗികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. സാൻ ഫ്രാൻസിസ്കോയിൽ 18,000 രോഗികൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചികിത്സ കണ്ടെത്തിയതോടെയും രോഗത്തെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക വഴിയും എയ്ഡ്സ് രോഗബാധിതരുടെ മരണനിരക്കിൽ വൻ കുറവ് വന്നിട്ടുണ്ടെന്ന് എയ്ഡ്സിനെതിരെ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വിഭാഗം തലവൻ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം മരണസംഖ്യ 21% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലോകത്താകമാനം കഴിഞ്ഞ വർഷം മാത്രം ഈ രോഗം മൂലം മരണമടഞ്ഞവരുടെ എണ്ണം 7 ലക്ഷത്തോളം വരും. ഈ രോഗത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ. എയ്ഡ്സ് രോഗം ആരെയും ആരാലും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു പകർച്ചവ്യാധിയല്ല. മറിച്ച് സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലൂടെയുള്ള ജീവിതശൈലി കൊണ്ട് മാത്രമേ രോഗം ബാധിക്കൂ. അതിനാൽ തന്നെ രോഗത്തിനെ തടയാനായി സുരക്ഷിതമായ ഒരു ജീവിതശൈലി നമുക്ക് ഇന്നു മുതൽ ശീലമാക്കാം. അഫ്ഗാനിൽ നിന്നുള്ള സൈനികരെ എത്രയും വേഗം പിൻവലിക്കണമെന്ന് അമേരിക്കൻ സെനറ്റ് അംഗങ്ങൾ പ്രസിഡന്റ് ബറാക് ഒബാമയോട് ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴുള്ള സൈന്യത്തെ ഉടൻ തിരിച്ചു വിളിക്കണമെന്ന് അമേരിക്കൻ സെനറ്റ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. ഒറിഗോൺ സെനറ്ററായ ജെഫ് മെർക്കിലി അവതരിപ്പിച്ച പ്രമേയത്തെ സെനറ്റ് ശബ്ദവോട്ടോടെ പാസാക്കുകയായിരുന്നു. ഇത് സെനറ്റിനെ ശബ്ദമയമാക്കി. 2014 വരെ അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ ഉണ്ടാകുമെന്നാണ് മുൻപ് തീരുമാനിച്ചിരുന്നത്. ഈ തീരുമാനം ചോദ്യം ചെയ്താണ് പ്രമേയം അവതരിപ്പിച്ചത്. അൽ ഖ്വയ്ദയുടെ പ്രവർത്തനം ശക്തമായ അഫ്ഗാനിൽ നിന്ന് സംഘടനയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതും അമേരിക്കയിലുണ്ടായ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ നശിപ്പിക്കുകയുമായിരുന്നു സൈന്യത്തിന്റെ ലക്ഷ്യം. ഈ 2 കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതിനാലാണ് സൈന്യത്തെ തിരിച്ചു വിളിക്കണമെന്ന് ഇപ്പോൾ ആവശ്യമുയർന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ അഫ്ഗാൻ ദൌത്യത്തിനായി ഗവൺമെന്റ് ഇതുവരെയും $444 ബില്യൺ കഴിഞ്ഞ 10 വർഷമായി ചെലവഴിച്ചത്. സ്വതന്ത്ര ഭരണം അഫ്ഗാന് നൽകി 90 ദിവസത്തിനകം സൈന്യത്തെ തിരിച്ചു വിളിക്കാനാണ് സെനറ്റ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ 2014 മാത്രമേ സൈന്യത്തെ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇത് തന്നെ ചെറിയ കാലാവധിയാണെന്നും സെനറ്റിൽ ചർച്ചയ്ക്കിടെ സായുധ സേനാ സമിതിയിലെ പ്രമുഖ റിപ്പബ്ലിക്കായ സെനറ്റർ ജോൺ മെക്കെയിൻ അഭിപ്രായപ്പെട്ടു. ജെഫ് മെർക്കിലി അവതരിപ്പിച്ച പ്രമേയത്തെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഒരുപോലെ പിന്തുണച്ചു. സൈന്യത്തിന്റെ അഫ്ഗാനിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ നിരവധി വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട്. സൈന്യം സാധാരണക്കാർക്കെതിരെ നടത്തിയ നടപടികളും വിമർശനം ഏറ്റുവാങ്ങിയവയായിരുന്നു. എന്തായാലും സൈന്യത്തിന്റെ പിന്മാറ്റം ഇലക്ഷനിലേക്ക് നീങ്ങുന്ന അമേരിക്കയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും. ബർമയുടെ പുനരുദ്ധാരണത്തിന് അമേരിക്കയുടെ സഹകരണ വാഗ്ദാനം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റനാണ് ഇതു സംബന്ധിച്ച് ഉറപ്പു നൽകിയത്. ബർമീസ് പ്രസിഡന്റ് തീൻ സീനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഹിലരി ഇത് പ്രഖ്യാപിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമറിലെത്തിയ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹിലരി ക്ലിന്റൺ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി നേതാവ് ആങ് സാൻ സ്യൂച്ചിയുമായി വിശദമായി ചർച്ച നടത്തി. സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ മഹതിയാണ് ആങ് സാൻ സ്യൂച്ചി. ചർച്ചയ്ക്കിടയിൽ ഹിലരി ക്ലിന്റൺ US പ്രസിഡന്റ് ബറാക് ഒബാമ എഴുതിയ കത്ത് ആങ് സാൻ സ്യൂച്ചിക്ക് നൽകുകയുണ്ടായി. ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും നീതിയുടെയും മൂല്യം ലോകമാകെയും പകർന്നു തരികയും സ്വാധീനം ചെലുത്തുകയും ചെയ്ത മഹതിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. 50 വർഷത്തിനിടെ മ്യാൻമർ സന്ദർശിക്കുന്ന ആദ്യ US വിദേശകാര്യ സെക്രട്ടറിയായിരുന്നു ഹിലരി ക്ലിന്റൺ. ഹിലരിയുമായി ആങ് സാൻ സ്യൂച്ചി ഹൃദയം തുറന്ന് സംസാരിക്കുക തന്നെ ചെയ്തു. ചരിത്ര സംഭവം എന്ന് വിശേഷിപ്പിക്കാവുന്ന മ്യാൻമർ സന്ദർശനത്തിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഹിലരിയും സ്യൂച്ചിയുമായുള്ള അത്താഴവിരുന്ന്. യങ്കൂണിലെ US ചീഫ് ഓഫ് മിഷൻ റെസിഡൻസിയിൽ വെച്ചായിരുന്നു അത്താഴവിരുന്ന്. കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ രാഷ്ട്രീയ മാറ്റം മ്യാൻമറിൽ ഉണ്ടാവുന്നത്. പുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പരിഷ്കരണത്തിനുള്ള ശ്രമത്തിലാണ് മ്യാൻമർ സർക്കാർ. ചർച്ചയിൽ പലവട്ടം സ്യൂച്ചി വികാരാധീനയായി. യഥാർത്ഥ ജനാധിപത്യത്തിന്റെ പൂർണ്ണത വരണമെങ്കിൽ നിയമം എല്ലാവരിലും ബാധകമാക്കാൻ സാധിക്കണം. അറസ്റ്റു ചെയ്യപ്പെട്ട രാഷ്ട്രീയ തടവുകാർ ഇപ്പോഴും പൂർണ്ണമായും സ്വതന്ത്രരാക്കപ്പെട്ടിട്ടില്ല. അവരൊക്കെയും സ്വതന്ത്രരാവണം, സ്യൂച്ചി പറഞ്ഞു.
പുതിയ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധ്യമാവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി 2014 ദക്ഷിണ പൂർവേഷ്യൻ ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാനുള്ള ശ്രമത്തിൽ സർക്കാരിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്യൂചി പറഞ്ഞു. ബുധനാഴ്ച മ്യാൻമറിലെത്തിയ ഹിലരി ക്ലിന്റൺ മ്യാൻമറിലെ പുതിയ പ്രസിഡന്റ് യതീൻ സെയ്ദിനെ സന്ദർശിച്ചിരുന്നു. സെയ്ദിനും ഒബാമയുടെ കത്തു നൽകി. പുരോഗതിയുടെ പാതയിലേക്ക് മ്യാൻമർ അടിവച്ച് നീങ്ങുകയാണെന്ന് കത്തിൽ സെയ്നിനെ പ്രശംസിച്ചുകൊണ്ട് ഒബാമ എഴുതിയിരുന്നു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നും ജനാധിപത്യ പരിഷ്കരണങ്ങൾ പൂർണ്ണമാക്കണമെന്നും ഉത്തര കൊറിയയുമായുള്ള പട്ടാളബന്ധം അവസാനിപ്പിക്കണമെന്നും സെയ്ദിനോട് ഹിലരി ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി യവുണ മാവുങ് പിൻ, പാർലമെന്റ് സ്പീക്കർമാർ എന്നിവരെയും ഹിലരി സന്ദർശിച്ചു. 3-ാം ദിവസമായ വെള്ളിയാഴ്ച ഹിലരി ക്ലിന്റൺ ആങ് സാൻ സ്യൂചിയുടെ വസതി സന്ദർശിക്കും. ഈ വസതിയിലായിരുന്നു കഴിഞ്ഞ 20 വർഷക്കാലം സ്യൂചി രാഷ്ട്രീയ തടവുകാരിയായിരുന്നത്. വംശീയ വിവേചനം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഐക്യരാഷ്ട്രസഭാ സമിതിയിലേക്ക് ഇന്ത്യ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം ലഭിക്കുന്ന ഇരട്ടി മധുരമാണ് ഇന്ത്യക്കിത്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 167 വോട്ടിൽ 147 നേടിയാണ് ഇന്ത്യയുടെ ദിലീപ് ലാഹിരി ഐക്യരാഷ്ട്രസഭയുടെ വംശീയ വിവേചനം തടയുന്നതിനുള്ള സമിതിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുത്തത്. ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത പരിശോധനാ സംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചൈനയെ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ ലാഹിരിയുടെ ഈ വിജയത്തിന് ഇരട്ടി മധുരമാണ്. 2012 ജനുവരി 20 മുതൽ 3 വർഷത്തേക്കാണ് ലാഹിരിക്ക് ഈ സ്ഥാനം ലഭിക്കുക. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിക്ക് കീഴിലായാണ് ഈ സ്വതന്ത്ര സമിതി പ്രവർത്തിക്കുക. പെറു, ബൊളീവിയ, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ അംബാസിഡറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം. റൊമേനിയ, കൊളംബിയ, സൌത്ത് ആഫ്രിക്ക, ബർക്കിന ഫാഡോ, ഗോട്ടിമാല, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളും സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. 2008 മുതൽ ഐക്യരാഷ്ട്രസഭയിലെ ഇതേ സമിതിയിൽ അംഗമായിരുന്നു ലാഹിരി. 2005 വിരമിക്കുന്നതിന് മുമ്പുള്ള 40 വർഷം ഇന്ത്യൻ വിദേശകാര്യ വിഭാഗത്തിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. തുരങ്കങ്ങളിലൂടെയുള്ള മയക്കുമരുന്ന് വ്യാപാരം. ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള കൂടുതൽ തുരങ്കങ്ങൾ അമേരിക്കൻ പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ഒരാഴ്ചയായി മെക്സിക്കൻ അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് പുതിയ തുരങ്കങ്ങൾ കണ്ടെത്തിയത്. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്നിന്റെ നല്ലൊരു ഭാഗവും വരുന്നത് തൊട്ടടുത്ത രാജ്യമായ മെക്സിക്കോയിൽ നിന്നാണ്. മയക്കുമരുന്ന് കടത്ത് സംഘം ഇതിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ടണലുകളാണെന്നാണ് പുതിയ കണ്ടെത്തൽ. മെക്സിക്കോയിൽ നിന്ന് തുടങ്ങുന്ന ഈ ടണലുകൾ അടുത്ത കാലം വരെയും സുരക്ഷിതമായ രീതിയായിരുന്നു. എന്നാൽ പോലീസിന്റെ നിരന്തരമായ അന്വേഷണത്തെ തുടർന്ന് ഇത്തരത്തിലുള്ള ടണലുകളിൽ ഒന്ന് കണ്ടെത്തിയതോടെയാണ് കഞ്ചാവ് വേട്ട സജീവമാകുന്നത്. മെക്സിക്കോയിൽ കഞ്ചാവ് കൃഷിയുടെ വിളവെടുപ്പ് സീസൺ തുടങ്ങിയതു മുതൽ കഞ്ചാവ് വേട്ടയ്ക്കായുള്ള ശ്രമം തുടങ്ങിയതാണ്. സാൻ ഡീഗോ മുതൽ തീജുവാന വരെ നീളുന്ന 550 മീറ്റർ നീളമുള്ള ടണലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം റെയിൽവേ പാളത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച തുരങ്കത്തിൽ വെന്റിലേഷൻ, വെളിച്ചം, വിവിധതരം കാഴ്ചകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2008 ഒക്ടോബർ മുതൽ ഫെഡറൽ അതോറിറ്റി നടത്തിയ റെയ്ഡിൽ 70-ലധികം തുരങ്കങ്ങളാണ് കണ്ടെത്തിയത്. മെക്സിക്കോ മുതൽ സൌത്ത് സാന്റിയാഗോ വരെയുള്ള ഡ്രഗ് ടണലുകൾ വെയർഹൌസുമായി ബന്ധപ്പെടുത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടത്തിയ റെയ്ഡിൽ 14 ടൺ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. അരിസോണ അതിർത്തിയിലെ നോഗലാസ് ടൗണിലുള്ള തുരങ്കങ്ങൾ പലതും തുറന്ന നിലയിലായിരുന്നു. ഇപ്പോൾ മെക്സിക്കൻ അതിർത്തിയിൽ കണ്ടെത്തിയ തുരങ്കങ്ങളിൽ നിന്ന് 17 ടൺ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് തുടങ്ങുന്ന തുരങ്കങ്ങൾ മയക്കുമരുന്ന് കേന്ദ്രങ്ങളും ഭൂമിക്കടിയിൽ ഭദ്രമായിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ തുരങ്കങ്ങളാണ് കണ്ടെത്തിയത്. ഇത് മയക്കുമരുന്ന് വേട്ടയിലെ ഒരു പുതിയ അധ്യായമാണ്. ടെക്സാസിൽ വെടിവെപ്പ്, 2 കുട്ടികൾ മരിച്ചു. ഒരു യുവതിക്കും 2 കുട്ടികൾക്കും പരിക്കേറ്റു. പ്രതി സ്വയം വെടിവെച്ചു മരിച്ചു. ടെക്സാസിലെ ബേ സിറ്റിയിൽ നടന്ന വെടിവയ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച വൈകുന്നേരം 3:15 വെടിവയ്പ് നടന്നത്.
ദുരന്തത്തെക്കുറിച്ച് അയൽക്കാരായ ദൃക്സാക്ഷികൾ പറയുന്നത് ഇപ്രകാരമാണ്. 25 താഴെ പ്രായമുള്ള ദമ്പതികളായിരുന്നു ഇവർ. മക്കളായ 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉൾപ്പെടെ 6 പേരായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത്. മക്കളെല്ലാവരും 6 വയസ്സിന് താഴെ പ്രായം. ഗ്രഹനാഥന് അടുത്തിടെ തന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു. അതിൽ നിരാശനായ ഇയാൾ മാനസിക നില തെറ്റിയ ആളെപ്പോലെ ഒരു തോക്കും ചൂണ്ടി സ്വന്തം വീടിനു മുന്നിൽ നിൽക്കുക പതിവായിരുന്നു. സംഭവ ദിവസം ഇയാൾ 4 മക്കളുടെയും ഭാര്യയുടെയും നേർക്ക് നിറയൊഴിക്കുകയായിരുന്നത്രേ. പിന്നീട് സ്വയം തലയിൽ വെടിവെക്കുകയും ചെയ്തു. വെടിയേറ്റവരെ പോലീസ് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. I heard some falling. Is one hole here? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 holes. ആശുപത്രിയിൽ വെച്ചാണ് 2 കുട്ടികൾ മരിച്ചത് ആൺകുട്ടികളായിരുന്നു. പരിക്കേറ്റവരിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും നില ഗുരുതരമാണെന്ന് പോലീസ് പറഞ്ഞു. നൈജീരിയൻ ഇസ്ലാമിക് സായുധ സംഘടനയ്ക്ക് US ഭരണകൂടത്തിന്റെ താക്കീത്. അമേരിക്കയ്ക്ക് ഭീഷണിയായി മാറുന്ന ബോക്കോ ഹാരിം എന്ന സംഘടനയ്ക്കാണ് US ഹൗസ് പ്രതിനിധികളുടെ കമ്മിറ്റിയിൽ താക്കീത് നൽകിയത്. നൈജീരിയയിലെ സായുധ പോരാളികൾക്ക് അമേരിക്കൻ ഗവൺമെന്റിന്റെ താക്കീത്. അമേരിക്കയ്ക്ക് ഭീഷണിയായി മാറുകയാണ് ബോക്കോ ഹാരം ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന നൈജീരിയയിലെ ഇസ്ലാമിക സായുധ പോരാളികളുടെ സംഘടന. ആഫ്രിക്കയിലുള്ള അൽ ഖ്വയ്ദയുമായി ഈ ഗ്രൂപ്പിന് ബന്ധമുള്ളതായും റിപ്പോർട്ടുണ്ട്. ഇവരെ ദുർബലപ്പെടുത്താൻ നൈജീരിയയിലെ സുരക്ഷാ സർവീസുമായുള്ള അമേരിക്കയുടെ ബന്ധം ദൃഢമാക്കാൻ ശ്രമിക്കുമെന്ന് US കോൺഗ്രഷണൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഹൗസ് പ്രതിനിധികളുടെ സബ് കമ്മിറ്റിയാണ് തീവ്രവാദം, സുരക്ഷ എന്നിവയെക്കുറിച്ച് പ്രത്യേക ചർച്ച നടത്തിയത്. ചർച്ചയിലാണ് ബോക്കോ ഹാരം അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്നതായി ചൂണ്ടിക്കാട്ടിയത്. 2002 ബോക്കോ ഹാരം സംഘടന രൂപം കൊണ്ടത്. 2009 100കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട നൈജീരിയൻ ആക്രമണത്തോടെയാണ് സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. അതോടെയാണ് ബോക്കോ ഹാരം സംഘടനയുടെ നേതാവ് മുഹമ്മദ് യൂസഫ് കൊല്ലപ്പെടുന്നത്. 2010 ഡിസംബറിൽ ഇവർ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ 80 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങളാണ് ബോക്കോ ഹാരം നടത്തുന്നത്. ഈ സംഘടനയുടെ ആദ്യത്തെ വിദേശ ടാർഗറ്റ് തലസ്ഥാന നഗരമായ അബുജയിലെ UN ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന ബോംബ് സ്ഫോടനമാണ്. കഴിഞ്ഞ മാസം നൈജീരിയയിലെ അമേരിക്കൻ എംബസി അമേരിക്കൻ പൗരന്മാർ അബുജയിലെ ചില ഹോട്ടലുകളിൽ താമസിക്കുന്നത് വിലക്കിയിരുന്നു. ഈ സംഘടന ആയുധങ്ങളും ബോംബുകളും അനധികൃതമായി കടത്തുന്നത് ലിബിയയിൽ നിന്നാണെന്നും റിപ്പോർട്ടുണ്ട്. ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രേയാമിന് ന്യൂമോണിയയെന്ന് സംശയം. ഇതേ തുടർന്ന് ഗ്രേയാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചുമയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയാണ് ബില്ലി ഗ്രേയാമിനെ നോർത്ത് കരോലിനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയയാണെന്ന് സംശയമുണ്ടെങ്കിലും ആരോഗ്യനിലയിൽ കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അമേരിക്കയിലെ പ്രമുഖ ഇവാഞ്ചലിക്കൽ ക്രൈസ്തവരുടെ തലവൻ വില്യം ഫ്രാങ്ക്ലിൻ ബില്ലി ഗ്രഹാമിനെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലാക്കി. If you call upon him, he will forgive. If you repent, he will forgive. If you turn to Christ and trust only in the cross and the blood of Christ, he will forgive. Let's can say it together. Let's try all together. For God so loved the world that he gave his only begotten Son, that whosoever believeth in him should not perish, but have everlasting life. Lord, I go to church. Señor, yo voy a la iglesia. Lord, I treat my neighbors right. Señor, yo trato a mi vecino bien. I'm not a real bad person. En realidad, yo no soy una mala persona. But God says we've all sinned. ചുമയും ശ്വാസം മുട്ടലിനെയും തുടർന്ന് ഇന്നലെയാണ് ബില്ലി ഗ്രഹാമിനെ നോർത്ത് കരോലിനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയിൽ ന്യൂമോണിയ ബാധ കണ്ടെത്തി. 3.2 മില്യൺ ജനങ്ങൾ ബില്ലി ഗ്രഹാമിന്റെ ആഹ്വാനപ്രകാരം ഇവാഞ്ചലിസ്റ്റുകളായി എന്നാണ് കണക്കുകൾ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മെയ് മാസത്തിലും ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. അന്ന് അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ട ശേഷം ബില്ലി ഗ്രഹാം സഭയുടെ പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു. ഇദ്ദേഹത്തെ എന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. അസുഖത്തിന്റെ തീവ്രതയെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിവിധ കാലങ്ങളിലായി അമേരിക്ക ഭരിച്ച 12 പ്രസിഡന്റുമാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് ഇവാഞ്ചലിസ്റ്റ് ബില്ലി ഗ്രഹാം. I'm going to ask you to come from all over this stadium and make that commitment tonight. You're not coming to me, you're coming to Jesus. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. മലങ്കര ആർച്ച് ഡയോസിസിന്റെ 27ാമത് ഫാമിലി കോൺഫറൻസും കൺവെൻഷനും 2012 ജൂലൈ 26 മുതൽ 29 വരെ മേരിലാൻഡിൽ നടക്കും. ഭദ്രാസന ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ എൽദോ മാർ തീത്തോസ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഫാദർ PD മാത്യുവിന് ഡിസംബർ 3-ന് ന്യൂയോർക്ക് ഫ്ലോറൽ പാർക്കിലെ നോർത്ത് ടൈസൺ അവന്യൂവിൽ സ്വീകരണം നൽകും. ന്യൂയോർക്കിലെ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. റോക്ക്ലാൻഡ് കൗണ്ടിയിൽ നിന്നും 544 ജീവനക്കാരെ പിരിച്ചുവിടുന്ന തീരുമാനത്തിനെതിരെ പൊരുതാൻ മലയാളി നേതൃത്വവും ഒരുങ്ങുന്നു. സിവിൽ സർവീസ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സർക്കാരിന്റെ നടപടിക്കെതിരെ പൊരുതാൻ ഒരുങ്ങുന്നത്. റോക്ക്ലാൻഡ് കൗണ്ടിയുടെ അധീനതയിലുള്ള സമിറ്റ് പാർക്ക് ആശുപത്രിയും സേവനങ്ങളും ഓഗസ്റ്റ് മുതൽ നിർത്തലാക്കുന്നതിനും 544 ജീവനക്കാരെ പിരിച്ചുവിടാനുമാണ് കൗണ്ടി എക്സിക്യൂട്ടീവ് പ്രഖ്യാപിച്ചത്. ആശുപത്രിയും സേവനങ്ങളും കൗണ്ടിക്ക് $19 മില്യൺ നഷ്ടം വരുത്തുന്നു എന്നാണ് എക്സിക്യൂട്ടീവ് അവകാശപ്പെടുന്നത്. 544 ജീവനക്കാരിൽ 100 പേർ മലയാളികളാണ്. മുല്ലപ്പെരിയാർ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ഷിക്കാഗോ ഓവർസീസ് കോൺഗ്രസ് ഭാരവാഹികൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാരിന്റെ രാഷ്ട്രീയ പിടിവാശി ഉപേക്ഷിച്ച് പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. 8ാമത് ലാന നാഷണൽ കൺവെൻഷൻ ന്യൂയോർക്കിൽ നടന്നു. കൺവെൻഷനിൽ അമേരിക്കയിലെ സാഹിത്യ പ്രതിഭകളെ ആദരിച്ചു. നോവലിസ്റ്റ് ജോർജ് മണ്ണിക്കരോട്ട്, കഥാകൃത്ത് ജോൺ മാത്യു, സഞ്ചാര സാഹിത്യകാരൻ MC ചാക്കോ മണ്ണാർക്കാട്ടിൽ, ജോർജ് ജോസഫ് എന്നിവരെയാണ് വിശിഷ്ട അംഗീകാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരമുണ്ടാക്കണമെന്ന് ഇന്ത്യ അമേരിക്കൻ മലയാളി ചേംബർ ഓഫ് കൊമേഴ്സ്. ലോങ് ഐലൻഡിലെ 5 സ്റ്റാർ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ കേരള കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം അവതരിപ്പിച്ചത്. പ്രസിഡന്റ് റോയി എണ്ണച്ചേരിൽ, സെക്രട്ടറി ജിൻസ്മോൾ സക്കറിയ, ട്രഷറർ പോൾ കറുകപ്പള്ളി, വൈസ് പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം എന്നിവർ സംസാരിച്ചു. ഇനി കേരള ഡെസ്ക്. പാലക്കാടൻ ഗ്രാമീണ നന്മകളിൽ അവസാനിക്കാത്തതായി ഒന്നുകൂടിയുണ്ട്. ഇതൊരു കാലിച്ചന്തയുടെ കാഴ്ചയാണ്. MCN ന്യൂസ് നടത്തിയ കേരള യാത്രയുടെ വിശേഷങ്ങൾ. സമ്പന്നമായ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മകളും പേറി ഇന്നും അതിജീവനത്തിന്റെ പാതയിലുള്ള ഒന്നാണ് പാലക്കാട്ടെ ഷൊർണൂരിനടുത്തുള്ള വാണിയംകുളം ചന്ത. ഏകദേശം 125 വർഷത്തെ പഴക്കമുണ്ട് വാണിയംകുളത്തെ ഈ കന്നുകാലി ചന്തയ്ക്ക്. ആദ്യകാലത്ത് കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു ആനച്ചന്തയായിരുന്നു വാണിയംകുളം. ആനകൾ പ്രൗഢിയുടെ ചിഹ്നമായി കരുതിയിരുന്ന നമ്മുടെ നാട്ടുരാജാക്കന്മാർ ഗജശ്രേഷ്ഠന്മാരെ തേടി വാണിയംകുളത്തെത്തിയിരുന്നു. എന്നാൽ കാലം ഏറെ കടന്നുപോയി. ആനകളെ പരസ്യമായി ലേലം ചെയ്യുന്ന പതിവ് നിരോധിക്കപ്പെട്ടു. അതോടെ ചന്തയുടെ രൂപം മാറി. ആനച്ചന്ത കന്നുകാലികൾക്കായി ഒഴിച്ചിട്ടു. നേരത്തെ കോഴി, പച്ചക്കറി, ആട് എന്നിവയും വാണിയംകുളം വഴി ആവശ്യക്കാർക്കെത്തിയിരുന്നു. ഇന്ന് അതുമില്ല. കേവലം കാലിച്ചന്ത മാത്രമായി വാണിയംകുളം. കുട്ടിക്കാലം മുതൽ തന്നെ വാണിയംകുളം ചന്തയിലെ സ്ഥിരം സാന്നിധ്യമാണ് പ്രദേശവാസിയായ പ്രഭാകരൻ. പ്രഭാകരന് ഇന്ന് പ്രായം 62. പക്ഷേ ചന്തയുടെ പഴയകാല ചരിത്രം ഇന്നും അദ്ദേഹത്തിന് കാണാപ്പാടം. ഇപ്പൊ നമ്മുടെ ഓർമ്മ വെച്ച നമുക്ക് ഒരു 100 കൊല്ലത്തിന്റെ പഴക്കം കാണാനുണ്ട്. പിന്നെ ഇത് മുമ്പ് ആനച്ചന്തയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു 10-35-40 കൊല്ലമായിട്ട് ഇപ്പം മാറിയിട്ട് തന്നെ
പിന്നീട് ഉള്ള ഇത് സാഹചര്യങ്ങൾ കന്നിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. പിന്നെ പച്ചക്കറി, കോഴി, ആട് ഇതൊക്കെയാണ് നിറയെ ഉണ്ടായിരുന്നത്. വലിയ കെട്ടിടങ്ങളുള്ള എന്നാൽ മോൾ ഭാഗം ആ കെട്ടിടങ്ങളൊക്കെ തകർന്നു പോയി കിടക്കുകയാണ്. ഇപ്പം ഇന്ന് കന്നുകാലി ചന്ത മാത്രമേ കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും അധികം മാംസഭക്ഷണം ഉപയോഗിക്കുന്നത് കേരളത്തിലാണെന്നാണ് അടുത്തിടെ പുറത്തു വന്ന കണക്കുകൾ പറയുന്നത്. ഇതിലേറിയ പങ്കും കൈകാര്യം ചെയ്യുന്നത് ഈ പാലക്കാടൻ ചന്ത തന്നെയാണ്. മലയാളിക്ക് തിന്നു തീർക്കാൻ മാത്രം മാടുകളൊന്നും ഇന്ന് കേരളത്തിലുണ്ടാകുന്നില്ല. അന്യസംസ്ഥാനങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ ഈ ചന്തയും നാമാവശേഷമാകും. ഇതിപ്പോ ആന്ധ്ര, മൈസൂര്, കർണാടക, പൊള്ളാച്ചി ആ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് മാംസവിഭവങ്ങൾ ഒഴിവാക്കാത്തിടത്തോളം കാലം ഈ ചന്തയെങ്കിലും നിലനിൽക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നൂറുകണക്കിന് പേർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഡിക്കെയർ സബ്സിഡി $1 മില്യൺ കൂടുതൽ വരുമാനമുള്ളവരെ പുറത്താക്കണമെന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ. ഓർമ്മപ്പെടുത്തലും ബോധവൽക്കരണവുമായി മഹാവ്യാധിയുടെ ദിനം ലോക ജനത ആചരിച്ചു. അഫ്ഗാനിലെ അമേരിക്കൻ സൈനികരെ പിൻവലിക്കാൻ കാലതാമസം ഉണ്ടാകരുതെന്ന് അമേരിക്കൻ സെനറ്റ്. ബർമയുടെ പുനരുദ്ധാരണത്തിന് അമേരിക്കയുടെ സഹകരണ വാഗ്ദാനം. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക. ഇതോടെ ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.